ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ കൈമാറി. നാളെ വൈകിട്ട് 5 മണിവരെയാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുകയായിരുന്നു. ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ വൈകിട്ട് 4-ന് കോടതി വിധി പറയും. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് മനോജ് ചേരുകയാണ്. മനോജ്, ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലാണ് പത്മകുമാർ. കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടതുണ്ട്. നിർണായകമായ ചോദ്യം ചെയ്യൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നാളെ വൈകിട്ട് 5 മണിവരെയാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടത്? വളരെ ചുരുങ്ങിയ സമയമാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. പറയൂ. കൊല്ലം വിജിലൻസ് കോടതിയാണ് 2 ദിവസത്തേക്ക് പത്മകുമാറിനെ അന്വേഷണ സംഘത്തിന് വിട്ടു നൽകിയിട്ടുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ സമയം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പത്മകുമാറിനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാനായി വീണ്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോവുക. എന്തായാലും നിർണായകമായ ഒരു അറസ്റ്റായിരുന്നു പത്മകുമാറിന്റേത്. CPM നേതാക്കളെ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ, അതായത് CPM നേതൃത്വത്തിൽ നിന്ന് തന്നെ ഒരാൾ ശബരിമല കൊള്ളയിൽ അറസ്റ്റിലാകുന്നു. പത്മകുമാർ മുൻപ് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നു, അതോടൊപ്പം തന്നെ MLA ആയിരുന്ന ഒരാളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ളത്. അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അടക്കം വിരൽ ചൂണ്ടുന്നതായിരിക്കും പത്മകുമാറിന്റെ മൊഴി. ഇന്ന് തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ചോദിച്ചിരുന്നു, ദൈവതുല്യനായിട്ടുള്ള ആളുടെ പേര് ഇതിൽ പറയുമോ എന്നുള്ള കാര്യം. അദ്ദേഹം ആദ്യഘട്ടത്തിലൊന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഈ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ വാഹനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ ചോദിച്ചത്. ഒന്നും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും നിലവിലിപ്പോൾ ഈ കൊല്ലം ജില്ലാ വിജിലൻസ് കോടതിയിലേക്ക് അന്വേഷണ സംഘം പത്മകുമാറുമായി പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അന്വേഷണ സംഘം ഈ വൈദ്യപരിശോധന റിപ്പോർട്ട് സമർപ്പിച്ച് പത്മകുമാറുമായി തിരികെ മടങ്ങും. അത് ചോദ്യം ചെയ്യലിനായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഒരു ദിവസത്തേക്ക് ആണെങ്കിൽ കൊല്ലത്ത് തന്നെയാകുമായിരുന്നു. നേരത്തെ N വാസുവിനെ ചോദ്യം ചെയ്തത് കൊല്ലം ജില്ലയിൽ തന്നെ വെച്ചായിരുന്നു. എന്തായാലും പത്മകുമാറിനെ നാളെ വൈകിട്ടോടുകൂടിയാണ് തിരികെ കോടതിയിൽ ഹാജരാക്കേണ്ടത്. ഏതായാലും റിമാൻഡ് കാലാവധിയിൽ നിന്ന് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച് ആ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിച്ചപ്പോൾ 2 ദിവസത്തേക്ക് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതിൽ നിന്നുള്ള ചോദ്യം ചെയ്യൽ, കൃത്യമായും ഈ ശബരിമലയിൽ നടന്നത് എന്താണ്, അതിൽ ആരുടെയൊക്കെ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ തന്നെ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതിൽ നിലവിൽ ഇപ്പോൾ 6 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇനി കൂടുതൽ പേർ അറസ്റ്റിലാകാനുണ്ട് എന്നുള്ളത് തന്നെ. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ പത്മകുമാർ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണുള്ളത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ ഈ പോകുന്ന ഒരു സമയമാണ്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടിയാണ് മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുക. 4 മണിയോടുകൂടി കോടതി വിധി പറയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് 2 പേരുടെ, അതായത് KS ബൈജുവിന്റെയും N വാസുവിന്റെയും ജാമ്യാപേക്ഷയും കോടതി പരിഗണിച്ചിരുന്നു. അതിൽ വരും ദിവസങ്ങളിൽ വിധിയുണ്ടാകും. എന്തായാലും ഈ ഘട്ടത്തിൽ ആർക്കും ജാമ്യം കിട്ടുവാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധവും കോടതിക്ക് പുറത്ത് ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. BJP പ്രവർത്തകർ ഈ പത്മകുമാറുമായി പുറത്തേക്കിറങ്ങിയ വാഹനം തടഞ്ഞു. അവിടെ വലിയ തരത്തിലൊരു സംഘർഷമുണ്ടായി. പോലീസും പ്രവർത്തകരും തമ്മിൽ അവിടെ സംഘർഷമുണ്ടായി. ശബരിമലയിൽ സ്വർണം കെട്ട ആരെയും വെച്ചുപൊറുപ്പിക്കില്ല, അല്ലെങ്കിൽ ആരെയും ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും നേരെ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് BJP പ്രവർത്തകരടക്കം അവിടെ മുദ്രാവാക്യത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇനിയും പ്രതിഷേധം ഉണ്ടാകാനൊരു സാധ്യത. പത്മകുമാറിനെ വീണ്ടും കോടതിക്ക് അകത്തേക്ക് കൊണ്ടുവരുമ്പോഴും കോടതിക്ക് പുറത്തേക്ക് ഇറക്കുമ്പോഴും പ്രതിഷേധം ശക്തമാകും. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പത്മകുമാറിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല അന്വേഷണം എന്നുള്ളതാണ് വിശ്വാസികളടക്കം ആവശ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള അറസ്റ്റുകൾ ഇനി രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അടക്കം നീങ്ങും, മന്ത്രിമാരിലേക്കും നീങ്ങും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് പത്മകുമാർ പറഞ്ഞു വെക്കുന്നതും. താൻ ദൈവതുല്യനായി കണ്ടിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് പത്മകുമാറിന് പറയേണ്ടി വരും. പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമ്പോൾ അത് കൃത്യമായും ആ വിവരങ്ങൾ നൽകേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെ വലിയൊരു ഭയപ്പാട് CPM നേതൃത്വത്തിനുമുണ്ട്. അത്തരത്തിൽ ആരുടെയെങ്കിലും പേരുകൾ വരികയാണെങ്കിൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടം കൂടെ ആയതിനാൽ അത് വലിയൊരു തിരിച്ചടിയാകുമെന്നുള്ള ഭയം CPM നേതൃത്വത്തിനുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഉന്നതരുടെ പേരുകൾ എന്നുള്ളത് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. എത്തരത്തിലാണ് ഈ ഒരു സ്വർണ്ണ
അടക്കം കട്ടുകൊണ്ട് പോയിരിക്കുന്നത് അത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്, ആരൊക്കെ അതിൽ ലാഭം കൊയ്തു എന്നുള്ളത് തന്നെയാണ് ഇനി പുറത്തു വരേണ്ടത്. എന്തായാലും പത്മകുമാറിനെ അല്പസമയത്തിനകം തന്നെ കോടതി അന്വേഷണ സംഘത്തിന് വിട്ടു നൽകും. വൈദ്യപരിശോധനാ റിപ്പോർട്ടുമായി അന്വേഷണ സംഘം കോടതിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തേക്ക് പോകുമെന്നാണ് ലഭിക്കുന്ന സൂചന. അന്വേഷണ സംഘത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള SP ശശിധരൻ അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ വലിയ സുരക്ഷ ഒരുക്കിയാണ് പോലീസ് പത്മകുമാറിനെ കോടതിയിലേക്ക് എത്തിച്ചത്. അതിൽ തന്നെ ആ സുരക്ഷയെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ഇന്ന് പ്രതിഷേധവും ഉയർന്നിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ മറ്റു നടപടികളിലേക്ക് കൂടി കോടതി കടക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. എന്തായാലും പ്രോസിക്യൂഷൻ വാദം ഇവർക്കാർക്കും തന്നെ ജാമ്യം നൽകരുത് എന്നുള്ളതാണ്. അത്തരത്തിൽ ജാമ്യം നൽകുകയാണെങ്കിൽ, അതായത് ഏറ്റവും ഒടുവിലായി അറസ്റ്റിലായവരാണ് N വാസുവും A പത്മകുമാറും ഒക്കെ. ഇത്തരത്തിൽ CPM-മായി നേരിട്ട് ബന്ധമുള്ള ആളുകൾ, നേരിട്ട് CPM-ന്റെ നേതാക്കളായി നടന്നിരുന്നവരൊക്കെ തന്നെ ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നു. എന്തായാലും ഇനിയും അറസ്റ്റുകൾ ഒരുപാട് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഇത് ഒന്നോ രണ്ടോ പേർ മാത്രം വിചാരിച്ച് നടത്തിയ കൊള്ളയല്ല, ഇത് CPM നേതൃത്വത്തിനടക്കം കുരുക്ക് വീഴുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പത്മകുമാറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി അവിടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് വെറും കുറ്റാരോപിതൻ മാത്രമാണ്, അറസ്റ്റ് ചെയ്തതുകൊണ്ട് കുറ്റം ചെയ്തു എന്നാവുന്നില്ല എന്നതാണ്. എന്തായാലും ഇനി മറ്റു നടപടികളിലേക്ക് കൂടെ അന്വേഷണ സംഘം കടക്കുമ്പോൾ, അതായത് കുറ്റപത്രം അടക്കം സമർപ്പിക്കുമ്പോൾ CPM-ന് നിലപാട് മാറ്റേണ്ടി വരും. കാരണം അത്തരത്തിലൊരു കൊള്ളയിൽ ഈ CPM നേതാക്കൾ തന്നെ പ്രതികളായി വരുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലൊരു പ്രതിരോധമാകുകയും അതിനെ പിന്നീട് പിന്തുണയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഒരു ജില്ലാ നേതാവ് എന്നുള്ള നിലയിൽ പത്മകുമാറിനെ CPM പിന്തുണയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേതാക്കളടക്കം വലിയ ഭയപ്പാടിൽ കൂടെയാണ്. ഇനി ആരുടെയൊക്കെ പേരുകൾ പുറത്തു വരുവാനുണ്ട് എന്നുള്ള ഒരു ആശങ്കയും കൂടെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ പത്മകുമാറിനെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിജിലൻസ് കോടതിയിലേക്ക് പത്മകുമാറിനെ എത്തിച്ചു. ഇനി ഇവിടെ അന്വേഷണ സംഘം പത്മകുമാറുമായി പോകുമെന്നത് തന്നെയാണ് ലഭിക്കുന്ന വിവരം.